ദശകം 43 തൃണാവർത്തവധം. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാതിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനെ കിമിതം ബദേതി ധ്യായന്ത്യചേഷ്ടദഗൃഹേഷു നിവിഷ്ടശങ്കാ. ത്വാം ഏകദാ ഗുരുമരുത്പുരനാഥ വോഢും ഗാഠാതിരൂഢഗരിമാണം അപാരയന്തി മാതാ നിധായ ശയനെ കിം ഇദം ബദ ഇതി ധ്യായന്തി അചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാ. ത്വാം ഏകദാ ഗുരുമരുത്പുരനാഥ ഓടും. ത്വാം ഏകദ, അല്ലയോ ഗുരുവായൂരപ്പ, ഒരിക്കൽ ഓടും എടുക്കാനായിട്ട് ഗാഠാതിരൂഢഗരിമാണം, എന്തോ കുട്ടിയെ അന്ന് എടുത്തപ്പോൾ ഭയങ്കര കനം. ചിലപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ, ചില ദിവസം എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ എടുക്കുമ്പോൾ വല്ലാതെ കനം തോന്നുന്ന ഒരു രീതി. പക്ഷേ ഇവിടെ ഭഗവാന്റെ ഒരു അമാനുഷികമായ പ്രതിഭാസം തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഉണ്ണിക്കണ്ണൻ എടുക്കുമ്പോൾ ഭയങ്കര കനം, എടുക്കാൻ പറ്റുന്നില്ല. അപാരയന്തി, സാധിക്കുന്നില്ല യശോദാമ്മയ്ക്ക്. അപ്പോൾ എന്ത് ചെയ്തു? മാതാ നിധായ ശയനെ, അമ്മ കൊണ്ടുപോയി കുട്ടിയെ കിടക്കയിൽ കിടത്തി. എന്നിട്ട് ഓർക്കുക, കിം ഇതം ബദ ഇതി, എന്താ ഇങ്ങനെ, എന്തുകൊണ്ടായിരിക്കാം കുട്ടിയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിയത് എന്ന് ധ്യായന്തി, ഭഗവാനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക, ഇങ്ങനെ വീട്ടിലുള്ള ജോലികളിലൊക്കെ ഇങ്ങനെ വ്യാപരിച്ച് നടന്നു. എങ്കിലും മനസ്സിലൊരു ശങ്കയുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞിന് ഇങ്ങനെ ഒരു വിഷമത എന്ന്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഒരു പൂതന എന്ന് പറയുന്ന രാക്ഷസിയെ വധിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ശകടാസുരനെ വധിച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു, രണ്ടുപേരെ വധിച്ചു കഴിഞ്ഞു ഉണ്ണിക്കണ്ണൻ. ഇപ്പോൾ മൂന്നാമത്തെ ആൾ വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഭഗവാൻ സ്വന്തം ശരീരത്തിൻ്റെ വെയിറ്റ് അങ്ങ് കൂട്ടിയത്, കനം കൂട്ടിയത്. അപ്പോൾ ഇതിൽ അണിമ ഗരിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗുണങ്ങളുണ്ട്. അതിൽ ഈ ഗരിമ എന്ന് പറയുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈശ്വരന്മാർക്ക് സ്വയം അവരുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒക്കെ പറ്റും. ഇപ്പോൾ ഹനുമാൻ്റെ കഥ നമ്മൾ രാമായണത്തിൽ കാണുമ്പോൾ അവിടെ രാവണൻ്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് ശരീരം ചെറുതാക്കി ശരീരം വലുതാക്കി അങ്ങനെയൊക്കെ കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം അങ്ങ് കൂട്ടി. അപ്പോൾ എന്തോ ഒന്ന് മുന്നോട്ട് വരുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ല. അമ്മ അങ്ങനെ ഓർക്കുക, എന്താ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിഷമത എന്നോർത്ത് വീട്ടിലെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതയായി. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാതിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനെ കിമിദം ബദേതി ധ്യായന്ത്യചേഷ്ടദഗൃഹേഷു നിവിഷ്ടശങ്കാ. താവത് വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംബിപാംസു പടലീ പരിപൂരിതാശ വാക്യാവമു സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. താവത് വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജൃംബി പാംസു പടലീ പരിപൂരിതാശ വാക്യാവമുഹു സകില ദൈത്യവര തൃണാവർത്ത ആഖ്യ ജഹാര ജനമാനസഹാരിണം ത്വാം. താവത്, അപ്പോൾ ഇങ്ങനെ കുട്ടിയെ ഒരു കിടക്കയിൽ കിടത്തുന്ന ഒരു പായ വിരിച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ്, അകത്തല്ല. അപ്പോൾ ഇങ്ങനെ ആ കുട്ടി അവിടെ കിടക്കുമ്പോൾ വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജൃംബി പാംസു പടലീ പരിപൂരിതാശ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം കേട്ടത്? ഭയങ്കരമായ ഒരു ശബ്ദം. എന്നിട്ട് വ്യാജൃംബി പാംസു പടലി, ഈ പൊടിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരിക, ഒരു കാറ്റ് വന്നിട്ട്. പരിപൂരിത ആശഹ, എല്ലാ ദിക്കുകളെയും, ആശ എന്ന് പറയുന്ന ദിക്കാണ്. അപ്പോൾ എല്ലാ ദിക്കുകളിലേക്കും ഇങ്ങനെ വ്യാപിക്കുന്നതായ ഒരു പൊടിക്കാറ്റ്. ഇപ്പോൾ ഈ രാജസ്ഥാനിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ അറിയാം, അവിടെ ഒരു ആന്തി എന്നൊരു സംഭവമുണ്ട്, മണൽക്കാറ്റ് എന്നാണ് പറയുന്നത്. അവിടെ എല്ലാം മണൽക്കൂനകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഈ മണ്ണിനെ ഇങ്ങനെ കറക്കി പൊക്കി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയാണ് അവിടെ വീണ് കിടക്കുന്ന കാണാം, നല്ല വരകളൊക്കെ ഇട്ട് നമുക്ക് കണ്ടാൽ തൊടാൻ പോലും തോന്നില്ല, അത്രയ്ക്ക് അതിൻ്റെ ഭംഗി പോകുന്നുള്ള ആ ഒരു സംശയം അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു കാറ്റ് വന്നിട്ട് ഈ പൊടിയെല്ലാം കലർന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഘോരമായ ശബ്ദമാണ് കേട്ടത്. എന്തായിരുന്നു അത്? വാത്യാവബുഹു,
കാറ്റിന് ശരീരം എടുത്തുകൊണ്ട് വന്ന സഹ കില ദൈത്യവരഹ തൃണാവർത്ത. തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരശ്രേഷ്ഠനായിരുന്നു ആ വന്നത്. ആഖ്യ, അയാളുടെ പേര് തൃണാവർത്തൻ എന്ന്. വന്നിട്ട് ഇയാളെന്താ ചെയ്തത്? ജഹാര ജനമാനസഹാരിണം ത്വാം. ഇയാളെ എടുത്തുകൊണ്ട് പോയി കുട്ടിയെ. ഈ കാറ്റിൻ്റെ രൂപത്തിൽ വന്നിട്ട് കറക്കി കുട്ടിയെ അങ്ങ് എടുത്തുകൊണ്ട് പോയി. എങ്ങനെയുള്ള കുട്ടിയാണ്? ജനമാനസഹാരിണം ത്വാം. ജനങ്ങളുടെ മനസ്സിനെയൊക്കെ ഹരിക്കുന്നവനായ ആ ഉണ്ണിക്കണ്ണനെ ഈ തൃണാവർത്തൻ കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് കറക്കി എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ ഈ തൃണാവർത്തൻ്റെ വരവിന് മുന്നോടിയായിട്ടാണ് ഭഗവാൻ ഇവിടെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടിയത്. എങ്ങനെ യശോദാമ്മ ഗൃഹകാര്യങ്ങളിലൊക്കെ വ്യാപൃതയായി നടക്കുന്ന ആ സമയത്ത് എന്തോ ഒരു വല്ലാത്ത ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തോടൊപ്പം തന്നെ ഭയങ്കര കാറ്റും മണലൊക്കെ ഇങ്ങനെ പൊങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു കാറ്റുമൊക്കെ ഉണ്ടായി. അതിങ്ങനെ എല്ലാ ദിക്കുകളെയും നിറച്ചു. അപ്പോൾ നമുക്ക് കാഴ്ചയും കുറയും. കാരണം ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പരസ്പരം കാണുന്നത് തന്നെ അധിക ദൂരം കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരനാണ് കാറ്റിൻ്റെ രൂപത്തിൽ വന്നത്. ഇയാളിങ്ങനെ കറക്കി എടുത്തിട്ട് ഈ കുട്ടിയുടെ ഭാഗത്ത് വന്നിട്ട് ഒരു ചുഴി ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി. താവത് വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംബിപാംസുപടലി പരിപൂരിതാശ വാത്യാവമുസ്സകില ദൈത്യവരസ്തൃണാവർത്ത ആഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ആ ആദ്യത്തെ രണ്ടുപേരും ചേർത്തെടുക്കാൻ ശ്രമിക്കണം. അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ. താവത് വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംബിപാംസുപടലി പരിപൂരിതാശ. അത് ഒറ്റ ശ്വാസത്തിൽ കിട്ടിയാൽ അത് ഇടയ്ക്ക് അവിടെ ബ്രേക്ക് ഇല്ല ഒരിടത്തും. എവിടെ വേറെ ബ്രേക്കാൻ പറ്റും? താവത് വിദൂരം ഉപകരണിത. ആ ഉപകരണിത കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം, ശ്വാസം കിട്ടുന്നില്ല എന്ന് വന്നാൽ. ഒറ്റ ശ്വാസത്തിൽ രണ്ടുപേരും കിട്ടുമെങ്കിൽ അതാണ് ഉത്തമം. അതുപോലെ അടുത്ത വരിയിലും വാത്യാവപുസ്സകല ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര. അത് തൃണാവർത്ത ആഖ്യഹ എന്നുള്ള രണ്ട് പദമാക്കി എടുത്തതാണ്. പക്ഷേ വായിക്കുമ്പോൾ ചേർത്ത് വായിക്കുകയാണ് ഉത്തമം. അത് എങ്ങനെ വേണം? വാത്യാവപുസ്സകല ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം ഉത്ഥാമപാംസുതിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വതുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. ഉത്ഥാമപാംസുതിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപി അകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിം ഇതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തം അവിലോക്യ ഭൃശം രുരോധ. ഉദ്ധാമപാംസു തിമിരാഹത ദൃഷ്ടിപാദ. ഉദ്ധാമമായ ഭയങ്കരമായ പാംസു പൊടി, ഈ മണലും പൊടിയും ചേർന്നിരിങ്ങനെ പൊങ്ങിയതുകൊണ്ട് തിമിരാഹത ആ ഒരു ഇരുട്ടുണ്ടായി, കാണാൻ പറ്റാത്ത രീതിയായി പരസ്പരം. അങ്ങനെ ദൃഷ്ടിപാത നോട്ടം എത്താൻ കഴിയാത്തത്ര ഒരു ഇരുട്ടും പൊടിപടലങ്ങളും ഒക്കെ ആയി വന്നപ്പോൾ ദ്രഷ്ടും കിമപി അകുശലേ പശുപാലലോകെ, ഒന്നും തന്നെ കാണുവാനായിട്ട് ഈ ഗോപന്മാർക്ക് സാധിച്ചില്ല. ആ സമയത്ത് ഹാ ബാലകസ്യ കിം ഇത്, ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ള ആ ഒരു ആവലാതിയോടുകൂടി, ഒരു വേവലാതിയോടുകൂടി യശോദാമ്മ വരികയാണ്. ത്വദുപാന്തമാപ്ത, ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാനെ കിടത്തിയിരുന്ന ആ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ എന്തു പറ്റി? മാതാ ഭവന്തം അവലോക്യ, ഈ അമ്മയ്ക്ക് ഭഗവാനെ അങ്ങേ കാണാനായിട്ട് സാധിച്ചില്ല. കിടത്തിയിരുന്നിടത്ത് കുട്ടിയില്ല. അപ്പോൾ എന്തു പറ്റി? അമ്മയ്ക്ക് കരച്ചിൽ വന്നു. ഭൃശം രുരോധ, വളരെയധികം കരഞ്ഞു അമ്മ. അപ്പോൾ അമ്മ എവിടെ കിടത്തിയിട്ടാണോ ജോലിക്ക് പോയിരുന്നത്, ഈ കാറ്റും പൊടിപടലമൊക്കെ വന്ന് ഭയങ്കര കോലാഹലമൊക്കെ കഴിഞ്ഞ് പെട്ടെന്നാണ് കുട്ടിയെ കിടത്തിയിരുന്ന കാര്യം അമ്മയ്ക്ക് ഓർമ്മ പോകുന്നത്. വേഗം അമ്മ ഉണ്ണിക്കണ്ണനെ നോക്കാനായിട്ട് വന്നതും അവിടെയെല്ലാം നോക്കിയിട്ട് കുട്ടിയെ കാണുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര കരച്ചിലായി. ഉത്ഥാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. താവത് സദാനവരോപിജ ദീനമൂർത്തിർഭാവത്കപാര പരിധാരണലൂനവേഗ സങ്കോചമാപതനുക്ഷത പാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ.
താവത് സ ദാനവവരഃ അപി ച ദീനമൂർത്തിഃ ഭാവക്കപാര പരിധാരണ ലൂനവേഗഃ സങ്കോചം ആപ തദനുക്ഷത പാംസുഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനി നിനാദഃ. താവത് ആ സമയത്ത് സഹ ദാനവവര അപി ആ ദാനവശ്രേഷ്ഠനും കൂടി ദീനമൂർത്തി അയാളും ക്ഷീണിച്ചവനായി തീർന്നു. എന്തുകൊണ്ടാണ്? ഭാവത്കഭാര പരിധാരണ ലൂനവേഗ. ഭഗവാന്റെ ആ ഇങ്ങനെ കറക്കി മുകളിലേക്ക് കൊണ്ടുപോയ ആ സമയത്ത് ഭഗവാന്റെ ഭാരം കൂടി. അപ്പോൾ ഈ കറക്കത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു, വേഗം കുറഞ്ഞു. അപ്പോൾ ഇയാൾ ക്ഷീണം ഉള്ളവനായി ഭവിച്ചു തൃണാവർത്തൻ. എന്നിട്ട് അയാൾ ചുരുണ്ടുപോയി. തദനുക്ഷത പാംസുഘോഷേ, അത് കഴിഞ്ഞിട്ട് ഈ പൊടിയും കോലാഹലവും ഒക്കെ അടങ്ങിക്കഴിഞ്ഞപ്പോൾ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദഃ, അങ്ങയുടെ അമ്മയുടെ നിനാദം, കരച്ചിലിൻ്റെ ശബ്ദം എല്ലായിടത്തും പൊങ്ങിപ്പരന്നു, എല്ലാവർക്കും കേൾക്കാറായി. കാരണം ഈ ഉണ്ടായ ആ കാറ്റിൻ്റെയും പൊടിപടലങ്ങളുടെയും ഒക്കെ ബഹളം ശമിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കരച്ചിൽ മാത്രം ഉറക്കെ കേൾക്കുവാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി തൻ്റെ ഭാരം കൂട്ടിയപ്പോൾ ഈ തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഭഗവാനെ കറക്കിയെടുത്ത് മുകളിലേക്ക് പോയി. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഭാരം ഈ തൃണാവർത്തന് താങ്ങാൻ സാധിക്കുന്നതിൽ അധികമായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഭഗവാനെ വിട്ടുകളയണം എന്നുള്ളതാണ് തൃണാവർത്തൻ്റെ ആഗ്രഹം. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഒരിക്കലും ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ വിടില്ല. അത് നമ്മൾ പിടിച്ചാലും വിടില്ല, തൃണാവർത്തൻ പിടിച്ചാലും വിടില്ല. അപ്പോൾ നമ്മൾ പിടിക്കുന്ന ഭക്തിയോട് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരു തവണ ഭക്തിയോടുകൂടി ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എല്ലാ വിഷമതകളിലും നമ്മളുടെ കൂടെ ഉണ്ടാവും. അതല്ലേ പാണ്ഡവന്മാരുടെ കഥ പറയുന്നത്. അവിടെ എന്തെല്ലാം വിഷമതകൾ അവർക്കുണ്ടായോ അപ്പോഴെല്ലാം ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായി. കുന്തിദേവി സ്തുതിക്കും ഭാഗവതത്തിൽ. അവിടെ പറയും, ഉപദസ്സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത്സ്യാത പുനർഭവ ദർശനം. 1-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലാണ് കുന്തി സ്തുതി വരുന്നത്. അവിടെ പറയുകയാണ്, വിപദസ്സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ, ഞങ്ങൾക്ക് അടിക്കടി ദുഃഖം ഉണ്ടാവട്ടെ ഭഗവാനെ. കാരണം ദുഃഖം ഉണ്ടായാലേ ഞാൻ അങ്ങയെക്കുറിച്ച് ആലോചിക്കുള്ളൂ. എനിക്ക് എല്ലായ്പ്പോഴും സുഖം മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ഭഗവാനെ ആലോചിക്കുമോ? അല്ലേ? ഭഗവാനെക്കുറിച്ച് ഓർക്കുക പോലും ഇല്ല പലരും. ഇപ്പോൾ സാധാരണഗതിയിൽ കുട്ടികളുള്ള അമ്മമാർ, ചെറിയ കുട്ടികൾ, അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുട്ടി നന്നായിട്ട് പഠിക്കും, നല്ല സ്വഭാവമാണ്, അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഭഗവാനെക്കുറിച്ച് ഓർക്കില്ല. അതേസമയം ഈ കുട്ടി ഇത്തിരി കൈവിട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പറയും ഭഗവാനെ, അല്ലേ? പിന്നെ ഭഗവാന് ശരണം കൊടുക്കില്ല, അല്ലേ? അപ്പോൾ നല്ലതാണെങ്കിൽ പിന്നെ ഭഗവാനെ വിളിക്കില്ല. ഇത്തിരി കൈവിട്ട് പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭഗവാന് ശരണം കൊടുക്കുകയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും ആ ഭഗവാൻ അങ്ങനെ ഒരിക്കൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുന്ന സ്വഭാവമുള്ള ആളല്ല. അതുകൊണ്ട് ഇയാളുടെ ആരോഗ്യവും ബലവും ഒക്കെ ഇല്ലാതായി കുറഞ്ഞു വന്ന് ഭഗവാനെ വിടണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. താവത്സദാനവരോപി ച ദീനമൂർത്തിർഭാവത്കഭാര പരിധാരണ ലൂനവേഗ സങ്കോചമാപ തദനുക്ഷത പാംസുഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനി നിനാദ രോധോപകർണനവശാദുപഗമ്യഗേഹം ക്രന്ദൽസു നന്ദമുഖ ഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷു ത്വയ്യ പ്രമുഞ്ചതി പപാദവിയത് പ്രദേശാത് രോധോപകർണനവശാദ് ഉപഗമ്യഗേഹം ക്രന്ദൽസു നന്ദമുഖ ഗോപകുലേഷു ദീനഃ ത്വാം ദാനവഃ തു അഖിലമുക്തികരം മുമുക്ഷുഃ ത്വയി അപ്രമുഞ്ചതി പപാദ വിയത് പ്രദേശാത്. രോധോപകർണനവശാദ്. അപ്പോൾ യശോദാദേവിയുടെ ഇങ്ങനെ കരച്ചിൽ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. അപ്പോൾ യശോദാദേവിയുടെ കരച്ചിൽ കേട്ടിട്ട് ഉപഗമ്യഗേഹം ഓടി വീട്ടിലേക്ക് വന്ന് ആര്? നന്ദമുഖ ഗോപകുലേഷു, നന്ദഗോപരും മുതലായ ഗോപന്മാരെല്ലാവരും ഓടി വീട്ടിലേക്ക് വന്നു. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന യശോദാമ്മയുടെ അടുത്തേക്ക് എല്ലാവരും ഓടി വന്നു. അപ്പോൾ നോക്കപ്പോൾ എന്താണ്? ദീനഃ ത്വാം ദാനവഃ. ആ പരിക്ഷീണനായിരിക്കുന്ന തൃണാവർത്തനാവട്ടെ, ഈ ദാനവനാവട്ടെ, ത്വാം തു അഖിലമുക്തികരം മുമുക്ഷുഃ, എല്ലാവർക്കും മുക്തിയെ തരുന്നവനായ ഭഗവാനെ, അങ്ങയെ
മുമുക്ഷു മോചിപ്പിക്കാൻ വിടുവാൻ ഈ തൃണാവർത്തൻ പരിശ്രമിച്ചു. പക്ഷേ ത്വയി അപ്രമുഞ്ചതി, അങ്ങാവട്ടെ ഭഗവാനെ ആ പിടി വിട്ടതുമില്ല. എന്തു പറ്റിയപ്പോൾ പപാത വിയത് പ്രദേശാത്, അയാൾ ആകാശമാർഗത്തിൽ നിന്ന് താഴേക്ക് പതിക്കേണ്ടതായി വന്നു, താഴേക്ക് വീണു. അപ്പോൾ യശോദാദേവിയുടെ രോദനം കേട്ട് നന്ദഗോപരും ഗോപന്മാരും എല്ലാം ഓടി വീട്ടിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് ഈ തൃണാവർത്തന് തൻ്റെ ക്ഷീണം കൊണ്ട് ഈ ഭഗവാനെ കയറി പിടിച്ചത് ഒരു അബദ്ധമായി എന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും ഭഗവാന്റെ പിടി വിടുവിക്കാനായിട്ടാണ് തൃണാവർത്തൻ ശ്രമിച്ചത്. പക്ഷേ ഭഗവാനാണെങ്കിലോ അങ്ങനെ ഒരിക്കൽ പിടിച്ചാൽ പിന്നെ വിടുന്നയാളല്ലാത്തത് കൊണ്ട് ഭഗവാൻ പിടിവിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് താങ്ങാനായിട്ട് നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ആകാശദേശത്ത് നിന്ന് താഴേക്ക് വീഴേണ്ടതായി വന്നു. അപ്പോൾ ഇവിടെ മുക്തി എന്നുള്ള പദത്തിന് മേൽപ്പതൊരു ദ്വയാർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുള്ള അർത്ഥമുണ്ട്, എല്ലാവർക്കും മോക്ഷം നൽകുന്നയാളാണ് ഭഗവാൻ എന്നുള്ള അർത്ഥവുമുണ്ട്. അതുപോലെ തന്നെ ഈ തൃണാവർത്തനെ ഭഗവാനെ വിടണം, മോചിപ്പിക്കണം ആ പിടുത്തത്തിൽ നിന്ന് എന്നുള്ള ആ ഒരു അർത്ഥം കൂടി എഴുതുക. അപ്പോൾ പിടിക്കുക എന്നുള്ളതും മോക്ഷം കൊടുക്കുക എന്നുള്ള രണ്ടർത്ഥത്തിലാണ് മുക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും മേൽപ്പത്തൂർ ചെയ്യുന്നത് ഇത് തന്നെയാണ്, പദങ്ങളെ വെച്ചിട്ട് അതിൻ്റെ ദ്വയാർത്ഥങ്ങളെ വെച്ചിട്ടുള്ള ഒരു കസർത്താണ് മിക്ക ശ്ലോകങ്ങളിൽ നടത്തിയിരിക്കുന്നത്. അത് ശരിക്ക് ആ സംസ്കൃത ഭാഷ അത്രയേറെ പഠിച്ചെങ്കിലും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചെങ്കിലൊക്കെ മനസ്സിലാകുമെന്ന് കരുതാം. രോധോപകർണനവശാതുപഗമ്യഗേഹം ക്രന്ദൽ സുനന്ദമുഖ ഗോപകുലേഷു ദീന ത്വാന്ദാനവസ്ത്വകില മുക്തികരം മുമുക്ഷു ത്വയ്യ പ്രമുഞ്ചതി പപാദവിയത് പ്രദേശാത് രോധാകുലാസ്തദന് ഗോപഗണാബഹിഷ്ട പാഷാണപൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്തഹന്തനിപദന്തമമുഷ്യവക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. രോധാകുലാഹ തദനു ഗോപഗണ ബഹിഷ്ട പാഷാണപൃഷ്ടഭുവി ദേഹം അധിസ്തവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപദന്തം അമുഷ്യ വക്ഷസി അക്ഷീണം ഏവ ച ഭവന്തം അലം ഹസന്തം. രോധാകുലാഹ തദനു ഗോപഗണാഹ, ഈ ഗോപന്മാരെല്ലാവരും, ഗോപന്മാരും ഗോപസ്ത്രീകളും ഇവരെല്ലാവരും ഇങ്ങനെ ഭഗവാന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കരയുകയാണ്. അങ്ങനെ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ബഹിഷ്ടപാഷാണ പൃഷ്ഠഭുവി, പുറമേ കിടക്കുന്നതായ ഒരു പാറയുടെ പുറത്തേക്ക് അതിസ്തവിഷ്ടം, വളരെ ശക്തിയുള്ള അല്ലെങ്കിൽ ഭയങ്കര ഭാരമുള്ളതായ ഒരു ശരീരം വന്ന് വീഴുന്നതായിട്ട് പ്രൈക്ഷന്ത കണ്ടു. അപ്പോൾ ആ തൃണാവർത്തനാണ് ഇങ്ങനെ വന്ന് താഴേക്ക് വീണത്, ഒരു പാറപ്പുറത്ത് വന്ന് വീണത്. അപ്പോൾ ആകാശത്ത് പാറപ്പുറത്ത് വന്ന് വീണാനുള്ള അവസ്ഥ എന്തായിരിക്കും? അയാൾ പൊട്ടിച്ചു തെറിപ്പോവില്ലേ? തന്നെയുമല്ല അമുഷ്യ വക്ഷസി അക്ഷീണമേവച ഭവന്തം അലം ഹസന്തം, അയാളുടെ വക്ഷപ്രദേശത്ത് മാറിടത്തിൽ ഭഗവാനും വന്ന് വീണു. ആദ്യം തൃണാവർത്തൻ വന്ന് വീണു ഈ പാറയുടെ പുറത്തേക്ക്. അപ്പോൾ അയാളിങ്ങനെ വന്ന് മലർന്ന് കിടക്കുമ്പോൾ അയാളുടെ മാറിടത്തിലേക്ക് വന്നിട്ട് ഭഗവാനും വന്ന് വീണു. വീണത് മാത്രമല്ല അലം ഹസന്തം, ചെറിയൊരു പുഞ്ചിരിയോടുകൂടിയാണ് വന്ന് വീണത് അല്ലേ? നമ്മളാണെങ്കിൽ വന്ന് കരഞ്ഞല്ലേ വീഴുള്ളൂ അല്ലേ? അപ്പോൾ ഭഗവാൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി വന്ന് വീണു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവർക്ക് സന്തോഷവും ഉണ്ടായി, എന്നാൽ സങ്കടവും ഉണ്ടായി. കാരണം സങ്കടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര മുകളിൽ നിന്ന് വന്ന് വീണതല്ലേ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി. എന്നാൽ ഈ ഇയാളുടെ മാരണത്തിൽ വന്നിട്ട് അവിടെ ഇരുന്ന് കയ്യും കാലിട്ട് അടിച്ച് കളിക്കുന്ന ഉണ്ണിക്കണ്ണനെ കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ചിരിയും ഒരു സന്തോഷവും ഒക്കെ വരുന്നു. രോധാകുലാസ്തദന് ഗോപഗണാബഹിഷ്ട പാഷാഢഭൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്തഹന്ത നിപദന്തമമുഷ്യവക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. അവിടെ 2 ലൈനും ചേർത്തെടുക്കണേ, ആദ്യത്തെയും രണ്ടാമത്തെ ലൈനും ചേർത്തെടുക്കണം. ഗ്രാവപ്രപാദ പരിപിഷ്ടഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോ പരിദൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാതിദുർഗിരിവരാതിവ നീലരത്നം. ഗ്രാവപ്രപാദ പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ദൃഷ്ടഹാസം.
ആജ്ഞാനം അംബുജകരേണ ഭവന്തം എത്യ ഗോപാ ദദുഹു ഗിരിവരാത് ഇവ നീലരത്നം. ഗ്രാവപ്രപാത, ആ പാറപ്പുറത്തേക്ക് വന്ന് പതിച്ച ആ അസുരൻ തൃണാവർത്തൻ, എന്നിട്ട് പരിപിഷ്ടഗരിഷ്ടദേഹ, അയാളുടെ ശരീരം ഇങ്ങനെ പലതായിട്ട് ചിതറിപ്പോയി. എന്നിട്ട് ഭ്രഷ്ട അസുക്കൾ പോയി, ജീവനും പോയി അയാളുടെ. അങ്ങനെയുള്ള ദുഷ്ടധനുജ, ആ ദുഷ്ടനായ ധനുജൻ അസുരൻ്റെ ഉപരി, അവൻ്റെ മുകളിൽ ദൃഷ്ടഹാസം, യാതൊരു കൂസലുമില്ലാതെ, ആജ്ഞാനം അംബുജകരേണ, ആ താമര പോലെ തുല്യങ്ങളായിരിക്കുന്ന, അല്ലെങ്കിൽ താമരയ്ക്ക് തുല്യങ്ങളായിരിക്കുന്ന ആ കൈകൾ വെച്ചിട്ട് ആ അസുരൻ്റെ മാരണത്തിലിങ്ങനെ അടിച്ചു കളിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. അങ്ങനെയുള്ള ഭവന്തം എത്തിയ, അങ്ങനെയുള്ള അങ്ങയുടെ അടുത്തേക്ക് ഈ ഗോപന്മാർ എത്തിച്ചേർന്നിട്ട് ഗോപാഹ ദദുഹു, ഗോപന്മാരെ കുട്ടിയെ എടുത്തു. എങ്ങനെയാണ് എടുത്തത്? ഗിരിവരാത് ഇവ നീലരത്നം, ഒരു ഗിരി, ഒരു പർവ്വതത്തിൽ നിന്ന് ഒരു നീലരത്നത്തെ എടുക്കുന്ന ലാഘവത്തോടു കൂടി കുട്ടിയെ എടുത്തു. അപ്പോൾ ഒരു പർവ്വതത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഈ തൃണാവർത്തനെ. അത്രയ്ക്ക് ബൃഹത്തായ ശരീരമുള്ള അയാളുടെ മുകളിലിരിക്കുന്ന ആ കുട്ടിയെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു നീലരത്നത്തെ എടുക്കുന്നത് പോലെ ഗോപന്മാരെ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി വന്നു വീണത് ഭയങ്കര ശരീരമുള്ള ഈ തൃണാവർത്തൻ്റെ മുകളിലേക്കാണ്. എന്നാൽ കുട്ടി യാതൊരു കൂസലുമില്ലാതെ അയാളുടെ മാരണത്തിൽ കൈ കൊണ്ടിട്ട്, മനോഹരമായ കൈകൾ കൊണ്ടിട്ട് അടിച്ച് കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഗോപന്മാരടുത്ത് വന്നിട്ട് എങ്ങനെയാണോ ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു നീലരത്നത്തെ എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഭഗവാനെ എടുത്തു. ഗ്രാവപ്രപാത പരിപിഷ്ടഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ദൃഷ്ടഹാസം അജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദുർഗിരിവരാദിവ നീലരത്നം. ഏകൈകമാശു പരിഗൃഹ്യ നിഗാമനന്ദ നന്ദാദിഗോപ പരിരബ്ധവിജുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഏകം ആശു പരിഗൃഹ്യ നിഗാമനന്ദ നന്ദാദിഗോപ പരിരബ്ധ വിചുംബിത അംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഏകൈകമാശു പരിഗൃഹ്യ. അപ്പോൾ ഇങ്ങനെ കുട്ടിയെ ഒരാളെടുത്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ അടുത്തേക്ക് കൊടുത്തു. അങ്ങനെ എല്ലാവരും കൈമാറി ഓരോരുത്തരും എടുത്തിട്ട് നികാമനന്ദ, ഏറ്റവും സന്തോഷിച്ച നന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം, ആ നന്ദാദി ഗോപന്മാരാലെ ഇങ്ങനെ വിചുംബിതാംഗം, പരിരബ്ധ വിചുംബിതാംഗം, മാറോട് ചേർത്തുകൊണ്ട് ഈ കുട്ടിയെ ചുംബിക്കുകയാണ്. കാരണം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ കുട്ടി. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന, കുട്ടികളുണ്ടാകുന്ന വാത്സല്യവും സ്നേഹവും ഒക്കെ നമ്മളെങ്ങനെ പ്രകടിപ്പിക്കുമോ അതുപോലെ തന്നെ നന്ദാദി ഗോപന്മാരൊക്കെ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം. ഇങ്ങനെ ഈ രംഗം കണ്ടു നിൽക്കുന്ന ഗോപസ്ത്രീകൾ അവരും അവരുടെ ഊഴത്തിനായിട്ട് കാത്തു നിൽക്കാൻ, ഈ കുഞ്ഞിനെ കിട്ടിയിട്ടൊന്ന് തഴുകാനും തലോടാനും ചുംബിക്കുവാനും ഒക്കെ ആയിട്ട്. അങ്ങനെയുള്ള ആ ഗോപനാരിമാരുടെ ഹസ്താംബുജ, മനോഹരമായ കൈകൾ, അംബുജ സമാനമായിരിക്കുന്ന അവരുടെ കൈകളിലേക്ക് പതിക്കുന്നവനായ, അല്ലെങ്കിൽ മറിഞ്ഞു ചാടിയിരിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ, പ്രണുമഹ ഭവന്തം, അങ്ങേ ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ഈ തൃണാവർത്തൻ്റെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട ഉണ്ണിക്കണ്ണനെ ഗോപന്മാർ ഓരോരുത്തരായിട്ട് അവരുടെ കൈകളിൽ എടുത്തുകൊണ്ട് ഭഗവാനെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് ആനന്ദ നിർവൃതി അടയുമ്പോൾ ഗോപസ്ത്രീകളെല്ലാം ആ രംഗം കണ്ടു നിന്നുകൊണ്ട് അവരും അവരുടേതായ ഊഴത്തിനായി കാത്തു നിന്ന് ഓരോരുത്തരുടെ കൈകളിലായി ഇങ്ങനെ മാറി മാറി പോകുന്ന ആ ഉണ്ണിക്കണ്ണനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദ നന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഭൂയോപി കിം ന കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയദാ സുദംന ഇത്യാദിമാദര പിതൃപ്രമുഖൈസ്തദാനീ സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോത്വമേവ. ഭൂയഃ അഭി കിം ന കൃണുമഃ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ
പരിപാലയതാത് സുതം നഃ ഇത്യാദി മാതര പിതൃ പ്രമുഖൈഃ തദാനീം സംപ്രാർത്ഥിതഃ ത്വദ് അവനായ വിഭോ ത്വം ഏവ ഭൂയഃ അഭി കിം ന കൃണുമ. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ കുട്ടിക്ക് ഇങ്ങനെ അടിക്കടി ഓരോ ആപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പ്രണതാർത്ഥിഹാരി ഗോവിന്ദ, എല്ലാവരുടെയും പ്രണതം എന്ന് പറഞ്ഞാൽ നമിക്കുന്നവൻ, നമിക്കുന്നവരുടെ എല്ലാം ആർത്തിയ ദുഃഖങ്ങളെ ഹരിക്കുന്നവനായല്ലയോ ഗോവിന്ദ, അങ്ങ് തന്നെ ഈ ഞങ്ങളുടെ ഈ കുട്ടിയുടെയൊക്കെ ദുഃഖങ്ങളെ ഹരിച്ചാലും. ഗോവിന്ദ ഏവ പരിപാലയതാത് സുതം നഃ നഃ ഞങ്ങളുടെ സുതം കുട്ടിയെ പരിപാലയതാത് പരിപാലിച്ചാലും. എല്ലാ ഭക്തന്മാരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ അല്ലയോ ഗോവിന്ദ, അങ്ങ് തന്നെ ഞങ്ങളുടെ ഈ കുട്ടിയെ സംരക്ഷിച്ചാലും കാത്തുരക്ഷിച്ചാലും എന്ന് ഇത്യാദി മാതര പിതൃപ്രമുഖൈഃ. ഇതുപോലെ മാതാവും പിതാവും അങ്ങനെയുള്ള ഗോപന്മാരുടെ പ്രമുഖന്മാരും എല്ലാവരും തദാനീം അപ്പോൾ സംപ്രാർത്ഥിത സമ്യക് പ്രാർത്ഥിത വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനോട്. എന്തിനു വേണ്ടി? ത്വദ് അവനായ അങ്ങയെ അവനം ചെയ്തതിന് വേണ്ടി, ഉണ്ണിക്കണ്ണനെ അവനം ചെയ്യുക, കാത്തുരക്ഷിക്കുക. അവനം എന്ന് പറയാൻ കാത്തുരക്ഷിക്കുന്ന അർത്ഥം. അപ്പോൾ ഉണ്ണിക്കണ്ണനെ കാത്തുരക്ഷിക്കുന്നതിനായിട്ട് ത്വമേവ ഗോവിന്ദ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനായിരിക്കുന്ന അങ്ങയോട് തന്നെ അവർ പ്രാർത്ഥിച്ചു എന്നല്ലേ. അപ്പോൾ ഈ വന്നിരിക്കുന്ന കുട്ടി ഗോവിന്ദനാണ് അല്ലെങ്കിൽ വാസുദേവനാണ് എന്നുള്ള ആ ബോധം ഇവർക്കില്ല അല്ലേ. ഞങ്ങളുടെ കുട്ടിയെ ഭഗവാനെ അങ്ങ് കാത്തുരക്ഷിക്കുക, ഭഗവാനായി ഇരിക്കുന്നത്, പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളും സാധാരണഗതിയിൽ പ്രാർത്ഥിക്കും, ഭഗവാനെ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ രീതിയിൽ തന്നെ അതായത് ഒട്ടും അറിവില്ലാത്തവരെന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയാനായിട്ട് ഭാഗവതത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്രയ്ക്ക് ജ്ഞാനമില്ലാത്ത ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്ക് പോലും ഭഗവാന്റെ ഉത്തമമായ ഭക്തിയെ പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? നിരന്തരമായ സ്മരണ കൊണ്ടാണ്. ഇവരെ എപ്പോഴും സ്മരിക്കുന്നത് ഭഗവാനെയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിലും നമ്മളുടെ ആ ദൈനംദിന കൃത്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ നമ്മൾ ഇതുപോലെ ഭക്തിക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെങ്കിൽ നമുക്കെല്ലാം ആ രീതിയിൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ ഭക്തി നിറയുമ്പോൾ വേറെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ചില സാധനങ്ങൾ വേണ്ടാത്തതുണ്ട്, അതൊക്കെ പുറത്തേക്ക് പോകും അല്ലേ. ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് കാലിയായിരിക്കുമ്പോൾ അതിന് വായു ഉണ്ടാവും, അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വായു ആദർശം ചെയ്യപ്പെടില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഭക്തി, ഭഗവത് ഭക്തി, ശരിയായ ഭക്തി നിറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികളൊക്കെ പുറത്തു ചാടും. അപ്പോൾ അവിടെ ശുദ്ധീകൃതമാവും അവിടെ. അതാണ് ഈ ഭക്തിയുടെ സവിശേഷത എന്ന് പറയുന്നത്. തന്നെയുമല്ല, നമുക്ക് ഈ ഭക്തി സിദ്ധാന്തങ്ങൾ പ്രതിപാദിക്കുന്ന കാവ്യങ്ങളൊക്കെ എത്ര തവണ വായിച്ചാലും ഒരു മടുപ്പ് വരുന്നില്ല അല്ലേ. ഇപ്പോൾ ഭാഗവതം നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു, നാരായണി എത്രയോ തവണ വായിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മതി എന്നുള്ളൊരു തോന്നൽ വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു യന്ത്രം എന്ന് പറയുന്ന നോവൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു 5-6 തവണയൊക്കെ അത് വായിച്ചിട്ടോ, അത് കഴിഞ്ഞപ്പോൾ ഓർത്ത് പോയി ഇനി എന്ത് വായിക്കാൻ അല്ലേ. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അതിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് IAS കാരൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഹൃദയസ്ഥമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിഞ്ഞോ ഇനി വായിക്കണ്ട എന്ന് തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ എത്ര തവണ വായിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും വായിക്കുവാനും ഹൃദയസ്ഥമാവാനുമുള്ള ഒരു താല്പര്യമാണ് കൂടുതൽ വരിക. അതാണ് ആ ഭക്തിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ നിരന്തരമായ സ്മരണ മൂലം ഈ ഗോപന്മാർ ഉത്തമമായ ഭക്തിയിലേക്ക് ക്രമേണ ഭഗവാൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന രംഗങ്ങളാണ്. കാരണം നിരന്തരമായ ആ ഒരു സ്മരണ ഭഗവാനിലേക്ക് അവരുടെ മനസ്സ് ഹരിച്ചോണ്ട് പോവുകയാണ് ഭഗവാൻ. അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരാളോട് ഒരടുപ്പം തോന്നിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്നു, അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പെൺകുട്ടി തോന്നുന്നു, അതൊരു സാധാരണ ഒരു ബാഹ്യമായ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അത് ഭഗവാനായതുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവസാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു സൂചന കൂടി ഇവിടെ തരുന്നുണ്ട്. അതാണ് ഏകൈകമാശു പരിഗ്രഹിക്കുന്ന അതിലല്ല ഭൂയോബി കിം ന കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയദാസുതം ന ഇത്യാദി മാതര പിതൃ പ്രമുഖൈസ്തദാനീ സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ വാതാത്മകം ധനുജമേവമയി പ്രധൂന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമുനോധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം.
വാദാത്മകം ധനുജം ഏവം അയി പ്രധൂന്വൻ വാദ ഉദ്ഭവാൻ മമഗതാൻ കിമു ന ദുനോഷി കിം വാ കരോമി പുനഃ അഭി അനിലാലയേശ നിശേഷ രോഗശമനം മുഹു അർത്ഥയേ ത്വാം. വാദാത്മകം ധനുജം ഏവം അയി പ്രധൂന്വൻ. ഇങ്ങനെ വാദാത്മകനായി വന്ന വാദരൂപം, കാറ്റിന് രൂപത്തിൽ വന്ന ആ ധനുജനെ, അസുരനെ ഏവം പ്രധൂന്വൻ ഇപ്രകാരം വധിച്ച അങ്ങ് വാദ ഉദ്ഭവാൻ മമഗതാൻ, ഈ വാദത്തിൽ നിന്ന് ഉണ്ടായ എൻ്റെ രോഗത്തെ എന്താ നശിപ്പിക്കാത്തത്? അല്ലേ? ചോദ്യമാണ് മേൽപ്പത്തൂർ ഭഗവാനോട്. ഈ കാറ്റിൻ്റെ രൂപം ധരിച്ചു വന്ന അസുരനെ അങ്ങ് നിഗ്രഹിച്ചു. പക്ഷേ ആ കാറ്റ് എന്നുള്ള വാദം എന്നുള്ള ദ്വയാർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ വാദം എന്ന് പറയുമ്പോൾ, ഈ വാദം എന്ന് പറയുന്നത് വാദം, പിത്തം, കഫം എന്നുള്ള ശരീരദോഷങ്ങളാണ്. അപ്പോൾ വാദം മൂലം ഉണ്ടായിരിക്കുന്ന എൻ്റെ രോഗത്തെ എന്തുകൊണ്ടാണ് അങ്ങ് ഹനിക്കാത്തത്? അപ്പോൾ ഒരു വാദത്തോടെ അങ്ങക്ക് നിഗ്രഹശേഷിയും മറ്റതിനോട് അതില്ലാതെ വരുന്നത് ശരിയല്ലല്ലോ. കിം വാ കരോമി പുനഃ അഭി, ഞാനിനി എന്താ ചെയ്യേണ്ടത് ഗുരുവായൂരപ്പ? അനിലാലയേശ നിശേഷ രോഗശമനം മുഹു അർത്ഥയേ ത്വാം, എൻ്റെ രോഗത്തെ നിശേഷം ശമിപ്പിക്കണേ എന്ന് വീണ്ടും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഗുരുവായൂരപ്പ. അപ്പോൾ ഇങ്ങനെ വാദരൂപയായി വന്ന തൃണാവർത്തനെ നിഗ്രഹിച്ച അങ്ങ് ഈ വാദം മൂലം കഷ്ടത അനുഭവിക്കുന്ന എൻ്റെ ഈ രോഗത്തെ എന്തുകൊണ്ടാണ് നിഗ്രഹിക്കാത്തത്? ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഭഗവാനെ. അതുകൊണ്ട് വീണ്ടും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അർത്ഥിക്കുന്നു, യാചിക്കുന്നു, എൻ്റെ രോഗങ്ങൾ മുഴുവനായിട്ട് നീക്കിത്തരേണേ എന്ന്. വാദാത്മകം ധനുജമേവമയി പ്രധൂന്വൻ വാദോദ്ഭവാൻ മമഗതാൻ കിമുനോ ദുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷ രോഗശമനം മുഹുരർത്ഥയേ ത്വാം.